ഡൽഹിയിൽ താമസിക്കുന്ന ശാന്തി ദേവി ഒരു ദിവസം അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു അവളുടെ പേര് ലുഗ്തി ദേവി എന്നാണെന്നും അവൾക്ക് മധുരയിൽ കേദർനാഥ് എന്ന പേരുള്ള ഒരു ഭർത്താവും കുഞ്ഞുമുണ്ടെന്നും പ്രസവശേഷം 10-ാം ദിവസമാണ് അവൾ മരിച്ചതെന്നും അവകാശപ്പെട്ടു. അവളുടെ മാതാപിതാക്കൾ അത് വിശ്വസിച്ചില്ല. കാരണം 4 വയസ്സുകാരിയായ മകൾ ഭർത്താവും കുഞ്ഞുമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? പിന്നീട് അവൾ ഇതെല്ലാവരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. 6-ാം വയസ്സിൽ അവൾ മധുരയിലേക്ക് ഒളിച്ചോടാൻ ശ്രമിച്ചു. അപ്പോഴാണ് മാതാപിതാക്കൾ ഇത് കാര്യമായി എടുത്തത്. പിന്നീടുള്ള അന്വേഷണത്തിൽ മധുരയിൽ കേദർനാഥ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും ശാന്തിദേവി പറഞ്ഞതുപോലെ തന്നെ പ്രസവശേഷം 10 ദിവസം കഴിഞ്ഞ് കേദർനാഥിന്റെ ഭാര്യ ലുഗ്തി ദേവി മരണപ്പെട്ടെന്നും അറിഞ്ഞു. ഈ സംഭവം അറിഞ്ഞ കേദർനാഥ് അവളെ കാണാനെത്തി. ശാന്തിദേവി കേദർനാഥിനെ തിരിച്ചറിഞ്ഞു. കേദർനാഥിനും ലുഗ്തി ദേവിക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും ശാന്തിദേവി കേദാർനാഥിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ കേദാർനാഥിന് ഉറപ്പായി ഇതവന്റെ ഭാര്യ ലുഗ്തി ദേവിയുടെ പുനർജന്മമാണ് എന്ന്. 1935 ഈ സംഭവം മഹാത്മാഗാന്ധിജി അറിഞ്ഞു. തുടർന്ന് ഈ സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഈ കമ്മീഷൻ ശാന്തി ദേവി ലുഗ്തി ദേവി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ശാന്തി ദേവി ലുഗ്തി ദേവിയുടെ എല്ലാ ബന്ധുക്കളെയും തിരിച്ചറിഞ്ഞു. ആ സ്ഥലങ്ങളും തിരിച്ചറിഞ്ഞു. പിന്നീട് ശാന്തി ദേവി വളർന്ന് വലുതായി. അവൾ ഒരിക്കലും വിവാഹം കഴിച്ചില്ല. കാരണം അവൾക്ക് അവളുടെ കഴിഞ്ഞ ജന്മത്തെ പറ്റി മറക്കാൻ സാധിച്ചിരുന്നില്ല. 1987 അവൾ മരിച്ചത്.